Hi dears, it's me Amaluz. Welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബേസ് കോട്ട് നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബ്രൗൺ കളർ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു വട്ടത്തിൽ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സൂര്യകാന്തി പൂവ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന പോലെ ഇതേപോലെ ഒരു ഡാർക്ക് കളറിൽ ഒരു ബ്രൗൺ കളർ ഷെയ്ഡിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ 2 ഷെയ്ഡിലുള്ള യെല്ലോ കളേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തീമഞ്ഞ കളറും പിന്നെ നല്ല ലൈറ്റ് മഞ്ഞ കളറുമാണ് എടുത്തേക്കണേ. എന്നിട്ട് ഈ കാണുന്ന പോലെ വരച്ചു കൊടുക്കുക കേട്ടോ. വലിയ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും നല്ലൊരു സൂര്യകാന്തി പൂവിൻ്റെ ഒരു മോഡൽ കിട്ടും കേട്ടോ. നല്ല ഭംഗിയാണ്. നമ്മൾ ഈ ബ്ലാക്ക് കുപ്പിയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം കുറേ പേര് ചെയ്ത് ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഈ കാണുന്ന പോലെ തന്നെ വരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ സെൻറ്ററിൽ കൊടുത്ത ആ ബ്രൗൺ കളറൊക്കെ ഒന്ന് മാഞ്ഞു പോകും. അത് നമ്മൾ ഏറ്റവും അവസാനം വീണ്ടും ഒന്നുകൂടെ വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ ഒരെണ്ണം വരച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ രണ്ടാമത്തെ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അതുപോലെ ഒരു 3 എണ്ണം ഈ ബോട്ടിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ 3 പൂവും വരച്ചെടുത്തിന് നമ്മൾ സെൻറ്ററിൽ വീണ്ടും ഒന്നുകൂടെ ഈ ബ്രൗൺ കളറൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു ലുക്കിൽ വരും. പിന്നെ നമ്മൾ അതിന് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യുന്നത് ലീഫാണ് കേട്ടോ. നമ്മൾ ലീഫും കൂടെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ സ്റ്റെമ്മും ലീഫും കൂടെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂവിൻ്റെ ഒരു ലുക്കിൽ കിട്ടും. നല്ലൊരു ഭംഗിയായിട്ട് നമ്മുടെ ബോട്ടിൽ കിട്ടും. അതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടോടെയാണ് കേട്ടോ. അധികം ഒന്നും നമ്മളിതിൽ ചെയ്യണില്ലല്ലോ. അപ്പോൾ നമ്മളിതുപോലെ ഗ്രീൻ കളർ എടുത്തിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് സ്റ്റെമ്മ് വരയ്ക്കുക. പിന്നെ ലീഫ് എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് അതിൻ്റെ ലീഫിൽ പോലെ ഒന്നും അല്ല ഞാൻ വരച്ചേക്കണത്. ഇച്ചിരി വലുതായിട്ട് ജസ്റ്റ് ഒരു ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഇതുപോലെ ചെയ്തെടുക്കാം. ഔട്ട്ലുക്ക് എന്തായാലും നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.